ഹലോ നമസ്കാർ. ഞാൻ അങ്ങനെ ഇന്നൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഫ്ലൈ മീ ടു ദ മൂൺ എന്നാണ് സിനിമയുടെ പേര്. സ്കാർലറ്റ് ജോഹാൻസനും ചേനിങ് ടേറ്റവുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ. അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഗായ്സ്. ഗംഭീര ഡയറക്ഷനായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സെറ്റ് ഡിസൈൻ, പ്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ തുടങ്ങിയ സാധനങ്ങളും അതിഗംഭീരമായിരുന്നു. ഇങ്ങനെയൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത്? ഗ്രീഗ് ബെർലാൻഡി എന്നാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. ഈ ഡയറക്ടർ എടുത്ത പടങ്ങൾ അപ്കമിങ് ഇത് എടുത്ത ഇറക്കിയടേ അറ്റ്ലസോ ജനകോടികളുടെ വിശ്വാസ സ്ഥാപനവും അതല്ല, ഫ്ലാഷിൻ്റെ സീരിയലൊക്കെയാണ് ഇയാൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഗോത്തം നൈറ്റ്സ്, സൂപ്പർമാൻ ആൻഡ് ലൂയിസ്. സീരിയലിൻ്റെ ഡയറക്ടറാണ് കേട്ടോ പുള്ളി. ഐ സി. ലവ് സൈമൺ തുടങ്ങിയ സിനിമകൾ എടുത്തൊരു വ്യക്തിയാണ്. മോനെ ഗംഭീര ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സാധനമുണ്ട്. അതായത് ഈ മൂണിൽ ലാൻഡ് ചെയ്ത വീഡിയോ എടുത്തത് ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഏതോ സ്റ്റുഡിയോയിൽ, ഹോളിവുഡിൽ ഏതോ സ്റ്റുഡിയോയിൽ ചെയ്തതാണെന്നൊക്കെ പണ്ട് അടിച്ചിറക്കിയൊരു സാധനമുണ്ട്. ഒരു കോൺസ്പിറസി തിയറിയാണ്. അതായത് നീൽ ആംസ്ട്രോങ് മൂണിപ്പോയാലും അവരൊക്കെ ഓക്കെയാണ്, പക്ഷേ അവിടെ പോയി വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് പറയണത്. ഈ സിനിമയിൽ ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണെന്നൊന്നും ഒരിടത്തും പറയുന്നില്ല, ഒരിടത്തും അവകാശവും പെടുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ അതിൽ ഇങ്ങനെ രസമായിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോടെ. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ഈ ഒമേഗ വാച്ചുകളുടെ ഒരു പ്രത്യേകത. അതായത് ആദ്യമായിട്ട് മൂണിൽ യൂസ് ചെയ്ത വാച്ച്, ആദ്യമായി മൂണിൽ യൂസ് ചെയ്ത ക്യാമറ, ഹാസൽ ബ്ലാഡിൻ്റെ ക്യാമറ എന്നൊക്കെ ഇങ്ങനെ മാർക്കറ്റിംഗ്. അതൊക്കെ ഈ സിനിമയിൽ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നിങ്ങൾ ഈ സാധനങ്ങളൊന്നും കൊണ്ട് അവിടെ പോകണമെന്നില്ല. നിങ്ങൾ ഇവിടുത്തെ നമ്മൾ എന്തിനാണ് പാക്ക് ചെയ്ത് തരുന്നത് അത് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ജസ്റ്റ് കാണിക്കും ഇന്ന ബ്രാൻഡുകളൊക്കെയാണ് നിങ്ങൾക്കിത് തരുന്നതെന്ന്. അങ്ങനെ ആ ബ്രാൻഡിനും ഒരു ബ്രാൻഡ് റെക്കഗ്നീഷനും കിട്ടും. അതായത് ആദ്യമായി മൂണിൽ പോയപ്പോൾ അവർ യൂസ് ചെയ്തത് ടാങ്കാണ് കുടിക്കാൻ, കെലോക്സിൻ്റെ സാധനം കഴിച്ചു. അതേപോലെ സാധനങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ബ്രാൻഡിങ് പരിപാടികളൊക്കെ ചെയ്യുന്നതും ഭയങ്കര രസമായിട്ട് പടം എടുത്തിട്ടുണ്ട്. അവസാനം കൊണ്ട് നിർത്തുന്നത് അവരെ ആരെയും മോശം പറയാത്ത രീതിയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ അതാ പറഞ്ഞു, നമുക്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എടുക്കാം. എന്നെങ്കിൽ സ്റ്റേജ്ഡ് ആയിട്ടുള്ളതാണോ കണ്ടത് അതോ ഒറിജിനലായിട്ടുള്ളതാണോ കണ്ടത്, എന്താണ് അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ഭയങ്കര രസമായിട്ട് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലോട്ട് ഈ സിനിമ കൊണ്ടുപോയി. ദാറ്റ് ഈസ് സോ നൈസ്. ഞാൻ ചില സൗണ്ട് ഡിസൈനൊക്കെ ഉണ്ട്. അതായത് വളരെ മൈന്യൂട്ട് സാധനമാണ്. അത് ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. പക്ഷേ ഞാൻ ഒരു സാധനം, അതിപ്പോൾ ചാനിങ് ടേറ്റുവും അതേപോലെ സ്കാർലറ്റ് ജോഹാൻസനും കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മൂണിനെ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫയർ വർക്ക്സ് പൊട്ടുന്നുണ്ട്. എന്നാൽ ആൾക്കാർ ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ എന്ത് രസമായിട്ടവിടെ ബ്ലെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ എടാ എന്ത് രസമാണ്. അതുപോലെ ഓരോ കാര്യം ഡീറ്റെയിലിംഗ് ഒക്കെ മൈൻഡ് ബ്ലോയിങ്. നാസയെ കാണിക്കുന്നതാണെങ്കിലും അവിടുത്തെ ഈ ആസ്ട്രോനട്സിൻ്റെ പരിപാടികളും സൂപ്പർ. പിന്നെ നമ്മുടെ വുഡി ആലൻ ഇല്ലേ, പുള്ളിയുടെ പേര് വുഡി ആലൻ എന്നല്ലേടേ, വുഡി ഹാരൽസൺ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനാണ്. പുള്ളി കിട്ടുന്ന നടനെ ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയിൽ. ഭയങ്കര രസമായിട്ടുള്ള പടം. എന്തൊരു രസമോടെ. അമേരിക്കക്കാരന്മാർക്ക് കൊടുക്കണ കാശിന് അവന്മാർ യൂട്ടിലൈസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. ചാനിങ് ടേറ്റോ ആണെങ്കിലും സ്കാർലറ്റ് ജോഹാൻസൺ ആണെങ്കിലും ഗംഭീര അഭിനയം. എടാ ഒരു ക്രൗഡിന് മൊത്തം പഴയ കാലത്ത് ആ ഒരു ഫ്രെയിമിലോട്ട് വരുത്താനായിട്ട് അവരെ കോസ്റ്റ്യൂംസ്, അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഒരു മോഡേൺ സാധനം പോലും നമുക്കതിൽ കാണാൻ പറ്റൂല. അതൊക്കെ അത്ര വെൽ കൺട്രോൾ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയായിരുന്നു. ഞാൻ ഒരു പങ്ങിങ്കിളി സാധനം ആയിരിക്കുമെന്ന് വിചാരിച്ച് പോയി കണ്ട പടമാണ്. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. മറ്റേ വെടിയും പുകയെ ആർമഗഡൻ പോലെയൊന്നും ചിന്തിക്കല്ല കേട്ടോ. മറ്റേ മുകളിൽ പോയിട്ട് മീറ്റിയോറിനെ പൊട്ടിക്കണം അതൊന്നും അല്ല. മൂൺ ലാൻഡിങ്ങിലോട്ട് എത്തിപ്പെടുന്നതും അതിനെ എങ്ങനെ ഒരു PR ഏജൻസിയിലെ ഒരാളായിട്ടാണ് സ്കാർലറ്റ് ജോഹാൻസൺ പുള്ളിക്കാരി പി ആർ ചെയ്ത് അതിനൊരു വലിയ സംഭവമാക്കുന്നു. റഷ്യയുടെ കലിപ്പും അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു പടം. ദ ഈഗിൾ ഹാസ് ലാൻഡഡ് എന്നൊക്കെ പറയുന്ന ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് അതൊക്കെ ഒരു വളരെ ലെജൻഡറി സാധനങ്ങളാണ്. പിന്നെ നീൽ ആംസ്ട്രോങ് പറഞ്ഞൊരു കോട്ടുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്നത് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് മൂവി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കാണുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എന്തായാലും കണ്ടിട്ടുള്ള ആൾക്കാർ പ്ലീസ് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ആപ്പിളാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, വേറെ ഏതോ ഒരു സാധനവും സോണിയാണ് അല്ലല്ല ആപ്പിളും വേറെ ഏതോ ഒരു
ആളും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ആപ്പിൾ ടി വിയിൽ ഉടനെ വരുന്നതായിരിക്കും. ലവ്ഡ് ഇറ്റ്, അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ മൂവി, വെരി നൈസ്. സ്കാർലറ്റ് ജോഹാൻസിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ പടമൊക്കെ ഇത് OTT വരുമ്പോൾ കാണുള്ളായിരുന്നു. സ്കാർലറ്റ് ജോഹാൻസൺ ഇസ് എൻ്റെ ക്രഷാണ്, ഭയങ്കര ഇഷ്ടമാണ്, ക്രഷാണ്. അപ്പം അതുകൊണ്ട് പോയെന്നേ ഉള്ളൂ. ഒട്ടും വെർത്തായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ആ ഒരു ജെറ്റ് പോണതിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, ആ മുഴക്കവും സൗണ്ടൊക്കെ. ചില സാധനങ്ങളുണ്ടോ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കണം, മറ്റിങ്ങനെ ഒരു റിങ്, മറ്റേ ഈ റോക്കറ്റിൻ്റെ ഓരോരോ ഇതുണ്ടല്ലോ, അതിങ്ങനെ വെക്കുമ്പോൾ ഈ വെക്കുന്നതിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ പടം. നല്ല സൗണ്ടൊക്കെ ഉള്ള ഏതെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ വല്ല നല്ല ഹെഡ്സെറ്റൊക്കെ വെച്ച് OTT വരുമ്പോഴെങ്കിലും കാണണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനാണെങ്കിലും ബൈ ബൈ.